കണ്ടോ കണ്ടോ, ഇങ്ങനെ വേണം കേട്ടോ അത് കേട്ടാൻ. കണ്ടോ ഇത്രയും എഫേർട്ട് ഇട്ടാണ് കയറി പോണത്. ഹായ് എവ്രിവൺ, ഇന്ന് നമ്മള് നെല്ലിയാമ്പതിയിൽ ഓഫ് റോഡ് ആണ് കേട്ടോ. അപ്പൊ ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതാണ്. ഇതാണ് എൻട്രൻസ് കേട്ടോ. വീഡിയോ അത്യാവശ്യം നല്ല ഷെയ്ക്ക് ആയിരിക്കും, നമുക്ക് ഒരു വഴിയില്ല ഓഫ് റോഡ് ആയതുകൊണ്ട്. ഇതാണോ ഹോണാണ് കേട്ടോ, ഈ വണ്ടിയുടെ ഹോണാണ് ഇപ്പൊ കേട്ടത്. ഓപ്പോസിറ്റ് വണ്ടി ഇറങ്ങി വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇവരൊരു ട്രിപ്പ് കഴിഞ്ഞിട്ട് വരാണ്. പിന്നെ അതുപോലെ നമ്മൾ ഉച്ച സമയത്താട്ടോ പോണ, നല്ല ചൂടുള്ള സമയമാണ്. മോർണിംഗ് ആണ് ആക്ച്വലി. മോർണിംഗ് അല്ലേ നിങ്ങൾ പ്രിഫർ ചെയ്യണത്? മോർണിംഗ് ആണ് പ്രിഫർ ചെയ്യണത്. മോർണിംഗ് ഒരു 7 മണിയാണ് നമ്മളോട് പറഞ്ഞ ടൈം. അപ്പൊ കുറച്ചും കൂടെ വൈൽഡ് ലൈഫ് ഒക്കെ ആക്റ്റീവ് ആയിരിക്കും, കാണാൻ പറ്റും എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ ഇറങ്ങിയപ്പോ കുറച്ച് വൈകിപ്പോയി, ഒരു 12 മണിയായി. 12 മണിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഡ്രൈവ് ചെയ്യണ ആള് ഇതാണ് കേട്ടോ, ആളാണ് കുമാർ ഭയങ്കര ഡ്രൈവറാണെന്നാണ് പറഞ്ഞത്. ഞങ്ങള് ഇത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആളുടെ ഡ്രൈവിംഗ് എങ്ങനെയുണ്ടെന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് ഇത് എങ്ങനെയുണ്ട് നോക്കിയിട്ട് ആളുടെ നമ്പറും ഡീറ്റെയിൽസും വീഡിയോന്റെ താഴെ ഞങ്ങൾ കൊടുക്കാം. അത് സൈഡിൽ വെച്ചാലോ? അതൊക്കെ മലയാണ് കേട്ടോ, ഹെവി ആയിട്ടുള്ള മലകളാണ്, കണ്ടില്ലേ? ഇതാണ് കേട്ടോ 4x4 ആള് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതെ, ഞങ്ങൾ മനസ്സുകൊണ്ടും തയ്യാറെടുത്തിട്ടുണ്ട്. ഞങ്ങൾ 2 കാലും 2 കൈയും വെച്ച് 4x4 ആയി പിടിച്ചിരിക്കുന്നുണ്ട്. ഇത് ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഞങ്ങള് ഒരുപാട് തവണ ഇവിടെ വരുമ്പോഴൊക്കെ ഞങ്ങള് ഓഫ് റോഡ് പോകാറുണ്ട്. പക്ഷെ ഇവര് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ തരില്ല കേട്ടോ, ഇവര് തന്നെ ഡ്രൈവ് ചെയ്യുള്ളൂ. നമ്മുടെ പ്രൈവറ്റ് വണ്ടി കൊണ്ടുവരാനും സമ്മതിക്കില്ല. ഒരു വണ്ടി വരുമ്പോ അവര് നിർത്തി കൊടുക്കും. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അത് ഇവിടെ മാത്രമേ കാണുള്ളൂ. നിങ്ങൾ മെയിൻ റോഡിൽ ഇറങ്ങിയാൽ ഈ ഒരു മര്യാദയും വിരസില്ല. ഇവിടെ കണ്ടില്ലേ അവരുടെ ഡിസിപ്ലിൻ. ഇവരുടെ ടീമുണ്ട്, ആ ടീമിന്റെ വണ്ടി മാത്രം ഇവർ എൻട്രി ചെയ്യിപ്പിക്കുള്ളൂ കേട്ടോ. നല്ല ഹെവി ആയിട്ടുള്ള ചാട്ടമാണ്. വീഡിയോ അത്യാവശ്യം നല്ല ഷെയ്ക്ക് ഉണ്ടാവും. ദുബായിൽ വരുമ്പോൾ ഷേക്ക് വീഡിയോ ഇടിച്ചിരുന്നില്ലെങ്കിൽ നമ്മൾ പുറത്തു പോകുന്നതാണ്. ഇവിടെ ഓഫ് റോഡ് ആക്ച്വലി ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടെങ്കിലും വേറൊരു വൈബായിരിക്കും കേട്ടോ. പക്ഷെ നട്ടുച്ച 12 മണിക്ക് നമുക്ക് ചാറ്റൽ മഴ പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ. അതെ അതെ, ഞങ്ങൾ ഇതുവരെ വന്നിട്ടുള്ള എല്ലാം ഈ ഈവനിങ് ടൈമാണ്. ഞങ്ങള് ടൈമാണ് നമ്മൾ പോകാറ്. കാരണം റൂമൊക്കെ എടുത്ത് ഉറങ്ങി എണീറ്റ് നമ്മള് വരുമ്പോ ഈ സമയം. പിന്നെ അത് മാത്രമല്ല, നമ്മൾ എടുത്തിട്ടുള്ള റിസോർട്ടുകളിലെല്ലാം അതിനകത്ത് തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് അങ്ങനത്തെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. കൈലാസ് എന്ന് പറഞ്ഞ റിസോർട്ട്, അത് കിടിലൻ റിസോർട്ടാണ്. അതിന്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ എന്തായാലും എന്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇടാം. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് തന്നെ കുറെ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു നടന്നിറങ്ങി നോക്കാനും, ചെക്ക് ഡാമും ഒക്കെ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോ ഈ ഒരു ടൈമായി. ഇതില് നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ, ഇവരുടെ ഡ്രൈവിംഗ് ഡിസിപ്ലിൻ. ഇവർ ഒരാള് സൈഡ് ഒതുക്കി കൊടുക്കും. ഒതുക്കി കൊടുത്തത്
അത് ഇങ്ങനെയുള്ള ഓഫ് റോഡ് മാത്രമായിരിക്കും കാണാൻ പറ്റുക. ഇത് ചെക്ക് പോയിന്റ് അല്ലേ? ഇവിടെ നിന്ന് നമ്മൾ പാസ് എടുക്കണം വണ്ടിക്ക്. നമ്മൾ പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്. പേയ്മെന്റ് ഒക്കെ ചെയ്ത് നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അവിടെ നമ്മൾ എത്ര ആള്, നമ്മുടെ നമ്പർ, കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ കൊടുക്കണം. അവരവിടെ വീഡിയോ എടുക്കാൻ അത് മാത്രം വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അത് ഗവൺമെന്റ് ഓതറൈസ്ഡ് ആയതുകൊണ്ട് അവർക്കത് പറ്റില്ല എന്നാ പറഞ്ഞത്. ചോദിച്ചിരുന്നു. DSLR കൊണ്ടുവരുമ്പോ പേയ്മെന്റ് ഉണ്ട് കേട്ടോ. ക്യാമറ കൊണ്ടുവരുമ്പോ, ഫോൺ ആയതുകൊണ്ടാണ് അവര് നമ്മളൊക്കെ പേയ്മെന്റ് വാങ്ങാതിരുന്നത്. ഇനിയിപ്പോ നമ്മൾ എങ്ങോട്ടേക്ക് ഇപ്പൊ ഇത് പോയിക്കൊണ്ടിരിക്കണം? നമ്മൾ ട്രക്കിങ് ഏതാ സ്പോട്ട്? ഫസ്റ്റ് പോയിന്റ് വന്നിട്ട് മിന്നാമറ എന്ന് പറയും. അവിടെ തന്നെ നമുക്ക് സീതാർകുണ്ട് വ്യൂ പോയിന്റ്, കൊല്ലംകോട്, പാലക്കാട്, വളരെ വരെ ഫുള്ളും കാണാൻ പറ്റും. കോടയില്ല വെച്ച് കഴിഞ്ഞാൽ. പിന്നെ സെക്കൻഡ് സ്പോട്ട് ഈ സമയത്ത് ഇപ്പൊ രാവിലെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കോടയൊക്കെ കാണാൻ പറ്റും. ഉച്ച സമയത്തായതുകൊണ്ട് കുറച്ച് വെയിൽ കാര്യങ്ങളൊക്കെ പിന്നെ വെയിൽ ഉണ്ടാവും. നിങ്ങൾ മോസ്റ്റ്ലി പ്രിഫർ ചെയ്യണത് ഏതാണ്? മോർണിംഗ് ആണ്? മോർണിംഗ് ആണ്. അതാണ് കാണാൻ ഏറ്റവും അവസ്ഥ. അനിമൽ സൈറ്റിംഗ് കുറച്ചും കൂടി കാണുന്നത് മോർണിംഗ് ആണ്. ഈ സമയത്ത് എത്ര അനിമൽസ് ഉണ്ടാവില്ലല്ലോ. ചിലപ്പോ ഭാഗ്യം കുറവാണ്. പിന്നെ വൈകിട്ട് സമയത്ത് കുറച്ചും കൂടി കൂടുന്നുണ്ട്. എന്താ വെച്ചാൽ വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് റോഡ് അങ്ങോട്ട് ക്രോസ് ചെയ്യും. അനിമൽസ് അപ്പൊ കുറച്ച് കാണാം. നിങ്ങൾ എത്ര വർഷമായി ഇവിടെ? ഞാൻ 8 വർഷമായി. 8 വർഷമായിട്ട് ഈ ഫീൽഡ് തന്നെ. അപ്പൊ 8 വർഷമായിട്ട് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ. അവിടെ തന്നെ 8 വർഷം ഓടിച്ച ആളാണ്. ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഹെവിയാണ് കേട്ടോ ഇവിടുത്തെ ഈ ഇറക്കവും ചാട്ടവും കുഴികളൊക്കെ. ഇതിൽ നിങ്ങളുടെ പേയ്മെന്റ് എങ്ങനെയാ വരുന്നത്? അപ്പൊ നമ്മുടെ പേയ്മെന്റ് വന്നിട്ട് നമ്മള് ജംഗ്ഷനിൽ പോവുകയാണെങ്കിൽ 1600 വരും. നമ്മൾ ടൗണിൽ നിന്ന് പോവുകയാണെങ്കിൽ. അത് റിസോർട്ടിൽ നിന്ന് നമ്മൾ വന്ന് പിക്കപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് 2000 വരും. 2000 വരും. ഞങ്ങൾ റിസോർട്ടിൽ നിന്നാണ് കേട്ടോ ആളെ വിളിച്ചത്. കാരണം ഇവര് ടൗണിൽ നിന്ന് നമ്മളുടെ റിസോർട്ട് എവിടെയാണോ അവിടെ വന്ന് നമ്മളെ എടുത്തിട്ട് പോകും. അതല്ലെങ്കിൽ ഇവിടെ ടൗണിൽ നമ്മുടെ വണ്ടി കൊണ്ടിട്ടിട്ട് പോകണമെങ്കിൽ പോവാം. അത് നമ്മളെ ചോയ്സാണ്. 400 രൂപ കൂടുതൽ ആണ് റിസോർട്ടിൽ വന്ന് പിക്ക് ചെയ്യുന്നതിന് ഇത് വാങ്ങുന്നത്. 2 പോയിന്റ് കാണിക്കൂല്ലേ? 2 സ്പോട്ട് ഉണ്ട്. 2 സ്പോട്ടാണ് കാണിക്കുന്നത്. 3ാമത്തെ സ്പോട്ട് ഉണ്ട്. അത് കാണിക്കണമെങ്കിൽ അത് പോവാണെങ്കിൽ അവിടെ നിന്ന് 1500 അഡീഷണൽ ചാർജ് ചെയ്യും. അഡീഷണൽ ചാർജ്. കാരണം അത് ദൂരം കൊണ്ടാണ്. ഓഫ് റോഡിന്റെ ഉണ്ട്, അത്യാവശ്യം ദൂരവും ഉണ്ട്. പിന്നെ അവിടെ നിന്ന് നമ്മൾ പൊള്ളാച്ചി ആളെയൊക്കെ നമുക്ക് അടുത്തായിട്ട് കാണാൻ പറ്റും. അങ്ങനെയാണ് വരുന്നത് കേട്ടോ. എല്ലാം ഫുള്ള് കണ്ടില്ലേ ഇവിടെ? ഇങ്ങനെ കേട്ടോ കാടാണ്. രണ്ട് സൈഡും ഇതാണ് കേട്ടോ. ഇപ്പൊ ഈ 4 വീൽ നിങ്ങൾ ഈ റോഡിൽ കണ്ടിന്യൂസ് ഓടിക്കുമ്പോഴേ വണ്ടിക്ക് അത്രയും പണി വരില്ലേ ഒരു ദിവസം? മെയിൻ്റെനൻസ് വർക്ക്, താറിന് മെയിൻ്റെനൻസ് വർക്ക് കുറവാണ്. ജീപ്പിലാണ് ഈ 2000 മോഡൽ 99 മോഡൽ. ആ ജീപ്പിലാണ് മെയിൻ്റെനൻസ് കൂടുതൽ. താറിന് ഒരു അത്യാവശ്യം പണികൾ വരും. ലീവ് പൊട്ടല്, ഷോക്കപ്സിന്റെ ബുഷ് കാര്യങ്ങളൊക്കെ അത് പോണത് എന്തായാലും വരും. ഇതിപ്പോ ഒരു ദിവസം എത്ര ട്രിപ്പ് അടിക്കും നിങ്ങളുടെ വണ്ടിക്ക്? നമ്മൾ വെക്കേഷൻ സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് 4-5 ട്രിപ്പ് എന്തായാലും കയറും. 4-5 ട്രിപ്പ് കയറും. പിന്നെ വർക്കിംഗ് ആയത് കൊണ്ട് തിരക്ക് കുറവാണ്. 1-2 ട്രിപ്പൊക്കെ പോകും. മൊത്തം എത്ര സമയമാണ് ഇത് ഈ 2 സ്പോട്ടിലേക്ക് കറങ്ങി? 2.5 മണിക്കൂർ കൊണ്ട് 2.5 മണിക്കൂർ നമുക്ക് ഡ്രൈവ് ഉണ്ടാകും. അങ്ങനെ പോകണമെങ്കിൽ 3.5 മണിക്കൂർ കൊണ്ട് തിരിച്ചെത്താൻ പറ്റും. 1 മണിക്കൂർ എക്സ്ട്രാ. അപ്പൊ അത്രയും ഇത് ഓടണം കേട്ടോ. കാരണം ഇവിടെ ഇപ്പൊ ഓടെ ഒരു 20-30 കിലോമീറ്റർ സ്പീഡിലാണ്. അതായത് കണ്ടില്ലേ ഇങ്ങനത്തെ പാറകളാട്ടോ. നല്ല ഷെയ്ക്കാണ് ഇവിടെ. റോഡ് എന്ന് പറയാൻ റോഡ് ഇട്ടിട്ടുണ്ട്, പക്ഷെ റോഡൊന്നും ഇല്ല. അതൊക്കെ പോയിട്ടുണ്ട്. ഓഫ് റോഡിന് വേണ്ടി ഇത് പണ്ട് കോൺക്രീറ്റ് ഇട്ടതാണ്. അപ്പൊ ഈ മഴയൊക്കെ പെയ്തിട്ട് ഈ ചാലിത്തിന് വെള്ളം വന്നിട്ട് അങ്ങനെ 10-60 ജീപ്പുകളുണ്ട് ഇവിടെ. അപ്പൊ ഇങ്ങനെ കുറെ ഓടുമ്പോ അത് തന്നെ പൊളിഞ്ഞു പോകുന്നത്.
നല്ല ഒഴുക്കായിരിക്കും. ഇതിന് നിങ്ങൾക്ക് പ്രത്യേക പെർമിഷൻ ഉണ്ടോ? അല്ല, നമുക്ക് സാധാരണ ലൈസൻസ് കാര്യങ്ങളൊക്കെ 4 വീലറിന്റെ ലൈസൻസ്. അതെ. പിന്നെ നമുക്ക് ഇവിടെ ഓട്ടിക്കാണെങ്കിൽ നമുക്ക് ID പ്രൂഫ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കേണ്ടി വരും. പിന്നെ RTO എല്ലാ 2 ആഴ്ച കൂടുമ്പോൾ RTO വരും മുകളിലേക്ക്. RTO ചെക്കിംഗ് ഉണ്ട് നമുക്ക്. ഓക്കെ. പിന്നെ നമുക്കൊരു പാസ് തന്നിട്ടുണ്ട്, ആ മൂലക്ക് കൊടുത്തിട്ടുണ്ട് ഈ പാസ്സുള്ള വണ്ടികൾ മാത്രമേ ഇവിടെ ഓടാൻ പാടുള്ളൂ. ഓക്കെ. ഇപ്പൊ പുതിയൊരു ഡ്രൈവർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പൊ തന്നെ എടുക്കുവാണ്? അല്ല, കേട്ടില്ല. നമ്മള് കുറെ തവണ കുറച്ച് ദിവസം ആൾ ഇവിടെ സ്റ്റേ ചെയ്യാൻ പറയും. നോക്കിയിട്ട് നമ്മൾ കേട്ടുള്ളൂ. ഈ പറഞ്ഞ ആളെ 8 വർഷമായിട്ട് ഈ റോട്ടിൽ കൂടെ ഓടിക്കണം കേട്ടോ. ഇവർക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഏതിലെ എവിടെ തിരിയണമെന്ന് ആൾക്ക് ഓൾറെഡി അറിയാം. പിന്നെ ഓഫ് റോഡ് എപ്പോഴും റിസ്ക് തന്നെയാണ് കേട്ടോ. ഇപ്പൊ പോകുന്ന മലകള് റിസ്ക് ഫാക്ടർ ഉള്ളത് തന്നെയാണ് അല്ലേ? അതെ. നമ്മളെ സ്വന്തമായിട്ട് ആ റിസ്ക് എടുക്കാൻ തയ്യാറായിട്ട് നമ്മൾ പോകണം. കാരണം ഇതിന് സേഫ്റ്റി എന്ന് പറയാൻ ഒന്നുമില്ല. അതെ. നമ്മള് പെട്ടുപോകും. പിന്നെ നമ്മൾ താഴ്ന്ന വർഷപ്പോരിനെ കുളിച്ചിട്ട് മുകളിലേക്ക് വരാൻ പറയണം. ഇതിപ്പോ 2.5 മണിക്കൂറാണ്. 2.5 മണിക്കൂർ നോർമലി വണ്ടിക്കൊന്നും പ്രശ്നമില്ലെങ്കിൽ, എല്ലാം നോർമൽ ആണെങ്കിൽ നമ്മളെത്തും. പക്ഷെ പറയുന്നത് സ്വന്തം റിസ്കിലാട്ടോ. ഇതിപ്പോ അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോവാം. ഇതുണ്ടോ ആൾക്കാരെയൊക്കെ കയറ്റി വരുന്ന വണ്ടികളാണ്. വേണ്ട ആള് സൈഡ് തന്നു. കാരണം അതിൽ പ്രായമുള്ള ആൾക്കാരുണ്ട്, അപ്പൊ പതുക്കെ പോകുമെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് സൈഡ് തന്നത്. അതെ. ഇവിടത്തെ ഡിസിപ്ലിൻ ഭയങ്കര കേട്ടോ. ട്രാഫിക് ഡിസിപ്ലിൻ അടിപൊളിയാണ്. പക്ഷെ ഇത് റോട്ടിലും കൂടെ, മെയിൻ റോട്ടിലും കൂടെ വന്നാൽ വേറെ ലെവലാവൂല. ശ്രുതി മറിഞ്ഞു പോകരുത് കേട്ടോ. ബാക്കിലിരിക്കുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഫ്രണ്ടിലേക്കാളും കൂടുതൽ ചാട്ടം ബാക്കിൽ ഉണ്ടാവും ഈ ജീപ്പില്. എനിക്ക് ജീപ്പിന്റെ ബാക്കിൽ ഇരിക്കാൻ പറ്റില്ല, കാരണം ഞാൻ പെട്ടെന്ന് ടയർഡാവും. നല്ല ഷേക്കിംഗ് ആണ്. പിന്നെ പ്രായമായവരൊക്കെ ഇവര് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ അപ്പോഴേ കാണിച്ച ജീപ്പില് പ്രായമായ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവര് ഇതുപോലെ ആയിരിക്കില്ല അവര് ഡ്രൈവ് ചെയ്യുക. അവരെ വളരെ പതുക്കെ ആയിരിക്കും. അല്ല പ്രായമായ ആൾക്കാരെയും കൊണ്ടുവരുന്നുണ്ട് ഇവര്. ഇത്ര ഏജ് അങ്ങനെയൊന്നും ഇല്ലല്ലോ. അങ്ങനെയൊന്നുമില്ല. നമ്മള് 3 മാസം കുഞ്ഞു കുട്ടികൾ വരെ നമ്മൾ കൊണ്ടുവരാറുണ്ട്. അയ്യോ, 3 മാസമുള്ള കുട്ടികളെയൊക്കെയാണ്. ഇത് ഇത്ര സ്പീഡ് ഉണ്ടാവില്ല, കുറച്ചും കൂടി ഭയങ്കര സ്ലോ ആയിട്ട് അങ്ങനെ പോകും. അതെ, ഇരിക്കുന്ന ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവര് ഡ്രൈവ് ചെയ്യണം. ഇപ്പൊ ഇത് നമ്മള് പിള്ളേരായതുകൊണ്ട് നമ്മളെ ഒന്ന് പടച്ചു പോകണമെന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ളതുകൊണ്ടാണ് ആളിങ്ങനെ ഡ്രൈവ് ചെയ്തിട്ട് പോകണം കേട്ടോ. കാരണം നമ്മൾ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യാനല്ല വയസ്സേ, അവർക്ക് ഇതെന്ന് എൻജോയ് ചെയ്യണം. ഇത് കണ്ടോ, ഇത് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കോൺക്രീറ്റ് ഒക്കെ പൊളിഞ്ഞിട്ടുണ്ട്. ഓഫ് റോഡിന് വേണ്ടി പൊളിച്ചതല്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. ജീപ്പിന്റെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും, അത്രയും റൈസ് ചെയ്തിട്ടാണ് പോണത്. ഇതാട്ടോ ഹെവി ആയിട്ടുള്ള ഇത് വരുന്നുണ്ട് കേട്ടോ. നല്ല ഷെയ്ക്കാട്ടോ. ആക്ച്വലി നിങ്ങൾ എന്റെ വീഡിയോ ദുബായിൽ ഇങ്ങനെ കാറിൽ നമ്മളെ സ്മൂത്തായിട്ട് പോകുന്ന വീഡിയോസ് ആയിരിക്കും നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ നാട്ടിൽ വന്നിട്ട് ഒരു ചാട്ടവും
ഓട്ടോക്കുള്ള വീഡിയോ ആണ് കേട്ടോ. Oh my god. ശരിക്കും ഇത് ഇറങ്ങിയിട്ട് ആ കേറി വരുന്ന ഒരു വീഡിയോ കൂടെ എടുക്കണമായിരുന്നു. നല്ല ഹെവി കയറ്റം വരുമ്പോ ഇവിടെ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലം, ഭയങ്കര കാടാണ്. അതാണ് ഇറങ്ങാൻ നമ്മളെ പേടിക്കുന്നത്. നിങ്ങളിവിടെ ഇറക്കാറുണ്ടോ? അങ്ങനെയൊക്കെ കുഴപ്പമില്ല, വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടിട്ട്. വീഡിയോസ് ഒക്കെ എടുക്കാൻ എന്നാ ഇവിടെ സ്റ്റോപ്പ് ചെയ്ത കേട്ടോ. ഞാൻ അവിടെ നിൽക്കട്ടെ. ആള് പറഞ്ഞത് അല്ല, ഇത് നോക്ക്, ഇത് ഹെവി മലയാ. ഇത് മല കയറി കയറുന്ന ഒരു ഇതാണ് കേട്ടോ, ജീപ്പ്. അവര് കയറി വരികയാണ്. ഉണ്ടോ, ഇത്രയും ഹെവി ആയിട്ടാട്ടോ കയറി വരുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് മല കയറി വരുന്നത്. കണ്ടോ, ഇങ്ങനെയാട്ടോ കയറി പോണേ. അല്ല, നമ്മുടെ ഇതിലിടാ. അല്ലല്ല, ഇനി നല്ല കയറ്റം വരുമല്ലോ. ഇനി ഹെവി ആയിട്ടുള്ള കയറ്റം വരുമ്പോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇത് നടക്കും. ഇതൊക്കെ ഇവിടെയൊക്കെ ചളികളാണ് കേട്ടോ. കഴിഞ്ഞ ആഴ്ച നല്ല മഴ പെയ്തിട്ട് ഫുള്ള് ചെളിയായിരുന്നു. ഈ ഉണങ്ങിയതാണ്. അപ്പൊ എന്ത് ചെയ്യും നിങ്ങൾ? ഈ കൂടെ തന്നെ എടുത്തിട്ട് ഓഫ് റോഡ് ഉണ്ടാവും, ബ്ലോക്കും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളെ മഴയത്താണോ കൂടുതൽ പ്രശ്നം? മഴയാകുമ്പോ നല്ല മഴയാകുമ്പോ എടുക്കുവോ? എല്ലാ സമയത്തും എടുക്കാറുണ്ട്. മഴയാണെങ്കിൽ ഒന്നും വിഷയമില്ല, വിഷയമൊന്നുമില്ല. നമ്മൾ 4 വീലറിലുള്ളതുകൊണ്ട് നമുക്ക് കയറി പോകും. ചളിയായിരിക്കും. പിന്നെ ഇവര് ഇത്ര നേരം ഞാൻ നോക്കിയാൽ ആള് ബ്രേക്കിൽ ഇവര് ചവിട്ടയില്ല കേട്ടോ. സ്റ്റോപ്പ് ചെയ്യാനല്ലേ ചവിട്ടുള്ളൂ. സ്റ്റോപ്പ് ചെയ്യാം. അത് ഗിയറിൽ കയറ്റത്തിൽ നമ്മൾ ഗിയറിൽ തന്നെ നിർത്തും. ഗിയറിൽ തന്നെ കൂടുതലും ആ ക്ലച്ചിലാണ് നിങ്ങൾ. ക്ലച്ചിൽ നിർത്തുക. 4 വീലർ കൊണ്ട് ബ്രേക്കിന്റെ ഒരു പവർ ഉണ്ടാവും. അധികം സ്പീഡിൽ ഇത് പോവില്ല. അത് ഇതിപ്പോ നിങ്ങൾ സെക്കൻഡ് ഗിയറിൽ ഇട്ടിട്ടല്ലേ എടുക്കുക? സെക്കൻഡ്. ഇത് സെക്കൻഡ് ഗിയറിൽ തന്നെ പോവുള്ളൂ കേട്ടോ. ഇത് ഫുള്ള് അങ്ങനെ എഴുതിയിട്ടുള്ളൂ. സെക്കൻഡ് തേടും. മാക്സിമം തേടും, അതിന് കൂടുതൽ പോലും അത് പോവില്ല. അങ്ങനെയാണോ വരുന്നത്? ബാക്കിലെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചാട് ഇതാവണം കേട്ടോ. അതിപ്പോ നമുക്ക് പറ്റണില്ല, പയ്യെ പോവാൻ പറഞ്ഞ ആള് പയ്യെ പോവും. അല്ല, ഞാൻ ഇവർക്ക് പറഞ്ഞു കൊടുത്താണ്. നമ്മളെ സ്പീഡിൽ പോവാനാണ് പറഞ്ഞത്. അല്ല, ഇത് റോഡ് കണ്ടു കേട്ടോ. ഇതുപോലത്തെ റോഡായിരുന്നു, അതൊക്കെ അവിടെ പൊളിഞ്ഞു പോയതാണ്. ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം ഇത് വരുമ്പോ ഈ റോഡ് എങ്ങനെ ആയിരിക്കും അടുത്ത വർഷം ഞാൻ കാണിച്ചു തരാം. ഇതാ വീണ്ടും വന്നു. ഇത്ര ദൂരമൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ റോഡ് എന്ന് പറയാൻ. പക്ഷെ ഫുള്ള് ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓഫ് റോഡിനൊരു ഇതില്ലാതായി പോയില്ലടാ പക്ഷേ. ഓഫ് റോഡ് എന്ന് പറയില്ലല്ലോ. ഇവരെ നമുക്ക് ഓടിക്കാൻ തരില്ല എന്നാട്ടോ പറഞ്ഞത്. നിങ്ങളെ ഓടിക്കാൻ കൊടുക്കാത്ത സേഫ്റ്റി. അതെ. ഇവിടെ വന്നിട്ട് ഓടിക്കാനെന്ന് ചോദിച്ചാൽ അവര് തരില്ല കേട്ടോ. അവരോടിക്കും,
നമ്മൾ ഇരിക്കും. ഈ ജീപ്പിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ തന്നെ നമ്മൾ കേട്ടില്ല കേട്ടോ. ഈ ഒരു പരിപാടി തുടങ്ങിയിട്ട് എത്ര വർഷമായിട്ടുണ്ടാവും ചേട്ടാ? ഇത് 10-20 വർഷം തന്നെ ഉണ്ട്. ഇത് പണ്ട് ഇവിടെ റിസോർട്ടാണ് ഉള്ളത്, മിസ്റ്റ് വാലി എന്നാണ് പേര്. അവിടേക്കുള്ള വഴിയാണിത്. പിന്നെ അവിടെ കുറെ ആയിട്ട് പിന്നെ നമുക്ക് വ്യൂ പോയിന്റ് ട്രക്കിന്റെ ഒരു ഓഫ് റോഡ് ഒക്കെ വേണമെന്ന് പറഞ്ഞപ്പോ അവരിങ്ങനെ സൈറ്റ് സീനായിട്ട് ഓപ്പൺ ചെയ്ത് തന്നതാണ്. ഓഹോ, ഇത് തുടങ്ങിയത് അവരാണ് മിസ്റ്റ് വാലി? മിസ്റ്റ് വാലി ഉണ്ട്, പണ്ട് സായിപ്പന്മാർ കിട്ടിയ റിസോർട്ടാണ്. ഇതിവിടെ ചെളിയാണ് കേട്ടോ, അത്യാവശ്യം നല്ല സ്ലിപ്പ് ആവുന്ന, മഴ പെയ്തിട്ട് ചെളിയായി എന്നാണ് പറഞ്ഞത്. കണ്ടോ, വണ്ടി 5 ആണ് കയറ്റണത്. പയ്യെ കയറ്റുണ്ട്. ഒരുത്തൻ അവിടെ വീഡിയോ എടുക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഹെവിയാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ളൊരു സംഭവമാണ്. കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഫീൽ ആവുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ നമുക്ക് അറിയാം. ആള് തിരിക്കണുണ്ടോ, സ്റ്റിയറിംഗ് വെട്ടുന്നുണ്ടോ, നല്ല വെട്ടുണ്ടോ. ഓ, കണ്ടോ, ഇത്രയും എഫേർട്ട് ഇടേണ്ട കേട്ടോ. ഇത് പവർ സ്റ്റിയറിംഗ് ഒന്നും അല്ല കേട്ടോ, അതുപോലെ ഇത് പവർ ബ്രേക്ക് ഒന്നും അല്ലല്ലോ. അല്ലല്ലോ, പവർ ബ്രേക്ക് നോർമൽ മോഡലാ. ഇത് 2012. അപ്പൊ അത് പുതിയതാണ്. അല്ലെങ്കിൽ നിങ്ങൾ 98 മോഡല് അത് ജീപ്പ് അങ്ങനത്തെ വരും, അത് സാധാരണ ബ്രേക്ക് ആണ്. നമ്മൾ ഓരോരുത്തർ അവിടെ നിന്ന് വീഡിയോ എടുക്കണമെന്ന് പറയുമ്പോൾ സ്റ്റോപ്പ് ആക്കണം കേട്ടോ. നമ്മള് വീഡിയോ എടുക്കണം, ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആള് എടുക്കും. കണ്ടോ, ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ട് ഫീൽ ചെയ്യും. ഞാൻ ആളെ ഒന്ന് കാണിച്ചു കേട്ടോ. ആ സ്റ്റിയറിംഗ് കിടന്ന് തിരിക്കണോ കഴിഞ്ഞു. കണ്ടോ കണ്ടോ, ഇങ്ങനെ വേണം കേട്ടോ അത് കയറ്റാൻ. കണ്ടോ കണ്ടോ, ഇത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് കയറി പോണത്. ഇങ്ങനെ കേട്ടോ കയറി പോണത്. ബാക്കിൽ നമ്മുടെ ടീം ഇരിക്കുന്നുണ്ട്, അവര് തെറിച്ചു പോകാതിരിക്കാൻ ഭയങ്കരമായിട്ട് പിടിച്ചിരിക്കുകയാണ്. തെറിച്ച് പോകുമൊന്നുമില്ല കേട്ടോ. ഞാൻ ഈ തെറിച്ച് പോകുമെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഓടിക്കാൻ പറയണോണ്ടാണ് അവർ അങ്ങനെ ഓടിക്കണത്. തെറിച്ചു പോവാതെ സമാധാനത്തിൽ പോകണമെങ്കിൽ അങ്ങനെയും ഓടിക്കും. അത് നമ്മുടെ ചോയ്സാണ്, അതിനനുസരിച്ച് അവരത് ചെയ്യും. ഇത് കണ്ടോ, ഈ തിട്ട് കണ്ടോ, തിട്ടിന്റെ മാഷെ അത്യാവശ്യം നല്ല കയറ്റോടാ. മുകളിൽ കയറി എടുത്താൽ ഇനി ഇറങ്ങണില്ല, നിങ്ങളെ ചെയ്യിപ്പിക്കോ. ഇറങ്ങിയിട്ട് നടക്കുമ്പോ ക്ഷീണിക്കുന്നുണ്ട് കേട്ടോ. ഒരു ഇച്ചിരി ദൂരം ഉള്ളതെന്നൊക്കെ നമുക്ക് തോന്നും. കാല് തിന്നുന്നുണ്ട്. നടന്നിട്ടേ ഇപ്പൊ നിങ്ങളെ വിചാരിക്കും ഒരു ഒത്തിരി ദൂരം അല്ലേ നടന്നത്, അല്ല, നല്ല കയറ്റം ആയതുകൊണ്ടും നടന്ന് ശീലമേ ഇല്ലാത്തതുകൊണ്ടും മഹേഷ് അധ്വാനിക്കാത്ത ശരീരമായതുകൊണ്ടാണ് ആളാ ക്ഷീണിക്കണേ. ഇത് നോക്കിക്കോട്ടോ, ആളുടെ ആ സ്റ്റിയറിങ് ഇട്ട് വെട്ടു നോക്കിക്കോ. കണ്ടോ, ഇത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് ഈ സാധനം കേറണത്. നല്ല ഹെവി ആട്ടോ. കേറിയാണ് പോണത്.
ഇതൊരു അടുത്ത ഇത് എന്താ എന്ന് പറയും ആ ഫസ്റ്റ് വ്യൂ പോയിന്റ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് വ്യൂ പോയിന്റ് കേട്ടോ. അയ്യോ, ഇവിടെ നിർത്തി നമുക്കൊന്ന് ഇറങ്ങി നോക്കാം. ഇവരിങ്ങനെ ഇവിടെ തിരിച്ചു നിർത്തും. നമ്മള് ഇതാക്കാം, ഇവിടെ ഒന്ന് വ്യൂ ഇതാക്കാം. ഞങ്ങള് വന്ന ജീപ്പ് കേട്ടോ, താറ് 4x4 താറാണ്. അടുത്ത വണ്ടി പോകുന്നുണ്ട്. നമ്മള് ഇത് കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഇവിടുത്തെ താഴത്തെ കാഴ്ചകൾ കാണാം. ഇവിടെയൊക്കെ ഇറങ്ങുമ്പോൾ സൂക്ഷിച്ച് ഇറങ്ങണം കേട്ടോ. നല്ല താഴ്ചയുള്ള സ്ഥലമാണ്. നമ്മൾ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ളിടത്താണ് കേട്ടോ കയറിയിരിക്കണത്. ഇതുണ്ടോ, നിങ്ങൾ കാഴ്ച കാണുന്നുണ്ടോ? മലയുടെ അത്യാവശ്യം നല്ല മുകളിലാണ് നമ്മൾ. ഇതാണ് കേട്ടോ ഇവിടെ നിന്ന് കാണുന്ന വ്യൂ. ഇവിടെയൊക്കെ വരുമ്പോൾ, മഴയത്തൊക്കെ വരുമ്പോൾ സേഫായിട്ട് വരിക. നന്നായിട്ട് സ്ലിപ്പാവും പാറ ആയതുകൊണ്ട്. ഉണ്ടോ മല? ശ്രുതി, നിനക്ക് എന്താ പറയാനുള്ളത്? എന്ത് ഫീൽ ചെയ്തു? ഇതിനെക്കുറിച്ച് പറയാൻ നമുക്ക് പറ്റില്ല. പറയോ വീഡിയോയിൽ കാണിച്ചാലോ നമുക്ക് ആ ഒരു ഞങ്ങളിപ്പോൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾ കാണുന്ന ആ ഒരു ഇത് ഒരിക്കലും കിട്ടില്ല. അത്രയും മനോഹരമാണ് ഈ ഒരു ഏരിയ ഫുള്ള്. ഈ ഒരു വ്യൂ പോയിന്റ് നമ്മൾ അങ്ങ് കണ്ണെത്താ ദൂരത്ത് ഫുൾ ഒരു പ്രദേശം ഫുൾ നമുക്ക് കാണാം. ഇവിടുന്ന് നമ്മൾ ഉച്ചയ്ക്ക് വന്നുകൊണ്ടാണ്. രാവിലെ വന്നിരുന്നെങ്കിൽ അവർ പറഞ്ഞത് കോട ഇറങ്ങും, ഇവിടെ കാണാൻ ഭയങ്കര രസമാണെന്നാണ് പറഞ്ഞത്. നമുക്കിപ്പോൾ കോടയൊന്നുമില്ല, കാരണം നമ്മൾ 12 മണി കഴിഞ്ഞല്ലോ. പക്ഷെ സ്റ്റിൽ ഡിഫറെന്റ് എക്സ്പീരിയൻസ്. ഇത് വേണമെങ്കിൽ വരാം. ഇത്രയും ക്ലിയർ വ്യൂ നിങ്ങൾക്ക് കിട്ടണം, ഇത്രയും ഭൂപ്രദേശം ഫുൾ കാണണമെന്നുണ്ടെങ്കിൽ കോട ഇറങ്ങുന്ന സമയത്ത് വന്നാൽ കാണാൻ പറ്റില്ല. പക്ഷെ അതും ഇതും ഒരു 2 ഡിഫറെന്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. ഇതിന്റെ ചുറ്റിലും മലകളാണ് കേട്ടോ. പ്ലാന്റേഷൻ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പ്ലാന്റേഷൻസ് ആണ്, ടീ പ്ലാന്റേഷൻ, അതുപോലെ കുരുമുളക്, ഏലം, കോഫി പ്ലാന്റേഷൻസ് ആണ് ഈ കാണുന്നത്. നേരെ താഴെ അതേപോലെ അത് ഫാക്ടറീസ് ഒക്കെ ആയിരിക്കും അല്ലേ? അതെ, ആ കാണുന്നതൊക്കെ ഫാക്ടറീസ് ഒക്കെയാണ്. വീടുകളൊന്നും ഇവിടെ ഒന്നും ഇല്ല അല്ലേ? വീടുകളൊന്നും കാണാനില്ല. കാരണം ഇവിടെ ഒന്നാമത് നെല്ലിയാമ്പതിയിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് വളരെ കുറവാണ്. ഇവിടെ കൃഷി ചെയ്തും അല്ലാതെയും ജീവിക്കുന്ന കുറച്ച് പേരുടെ ഏരിയാസേ ഉള്ളൂ. ഇത് ആക്ച്വലി നമുക്ക് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്താലൊന്നും മനസ്സിലാവില്ല അല്ലേ? അതെ, നമ്മൾ ഈ കാണുന്ന ഈ സംഭവം ഉണ്ടല്ലോ, അത് നമുക്ക് ഒരിക്കലും ഒരു ക്യാമറയിലൂടെ പകർത്തിയെടുക്കാൻ പറ്റില്ല. ഇത് നെല്ലിമല മരം അല്ലേ? ഇതെന്തോ മരമാണ് കേട്ടോ. ഇങ്ങനെ എന്തോ ആണ് നെല്ലി മരം. അവിടെ ഒരു വീടുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നാണ്. ഇതൊക്കെയാണ് ആ വീടല്ല കേട്ടോ, പ്ലാന്റേഷൻ റിസോർട്ട് അങ്ങനെ എന്തോ ഇതിന്റെ പ്രോപ്പർട്ടിയാണ്. ഞങ്ങൾക്ക് വലിയ പിടുത്തൊന്നുമില്ല കേട്ടോ, ചുമ്മാ പറഞ്ഞേ ഉള്ളൂ. അടുത്ത സ്പോട്ടിലേക്കാണ് പോകുന്നത്. അടുത്ത സ്പോട്ട് മാട്ടുമല. അവിടേക്കാണ് പോണത്. അത് രണ്ടാമത്തെ. അതോടുകൂടി കഴിഞ്ഞില്ലേ? ഈ 2 സ്പോട്ടാണ് കേട്ടോ. മാട്ടുമല എന്ന് പറഞ്ഞ സ്പോട്ടിലേക്കാണ്. ഇവിടെ നിന്ന് എത്ര സമയം എടുക്കും? 5-10 മിനിറ്റ്, 1.5 കിലോമീറ്റർ. അടുത്ത സ്പോട്ട്. അതോടുകൂടി നമ്മുടെ 2 പോയിന്റ് കഴിഞ്ഞു. 3ാമത്തെ പോയിന്റ് അത് മറ്റേ ഡാം കാണുമല്ലേ? സെക്കൻഡ് പോയിന്റ് മാട്ടുമല എന്ന് പറയുന്നത് ഇപ്പൊ അതാണ് പറമ്പിക്കുളം ഡാം. ഓക്കെ. പിന്നെ 3ാമത്തെ സ്പോട്ട് വന്നിട്ട് പൊള്ളാച്ചി ആളയാർ ഡാം കാണുന്നത്. അത് ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്. അപ്പൊ അതിന് അവര് എക്സ്ട്രാ പേയ്മെന്റ് ആണ് കേട്ടോ. ഇനി പോകുന്നത് കുറച്ചുകൂടെ ഓഫ് റോഡ് കൂടുതലാണോ? കുറച്ച് ഓഫ് റോഡ് കൂടുതലാണ്. ഇനി പോകുന്നത് കുറച്ച് കയറുന്നോറും ഓഫ് റോഡ് കൂടുതലാണ്.
കുറച്ച് പാറയും ഇത് അത്യാവശ്യം നല്ല കയറ്റമാണ് കേട്ടോ. ഇപ്പൊ നിയർലി നമ്മൾ എത്ര മണിക്കൂറായിട്ടുണ്ടോ ഇപ്പൊ വന്നിട്ട്? 1.5 മണിക്കൂറായിട്ടുണ്ടോ? 1.25 മണിക്കൂറൊക്കെ ആയിട്ടുണ്ടോ? 1.25 മണിക്കൂറായിട്ടുണ്ടാവും അല്ലേ? ആയിട്ടുണ്ടോ? ഓ, അത് നമുക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ അത്രയും സമയമായത്. എന്തായാലും 1 മണിക്കൂറിൽ കൂടുതലായി. പക്ഷെ നമുക്കത് 1 മണിക്കൂർ പോയത് ഫീൽ ചെയ്തോ? ഇല്ല. ഞാൻ 10 മിനിറ്റ് 15 മിനിറ്റ് ആയുള്ളൂന്നാണ് വിചാരിച്ചത്. എന്റെ മാത്രം വിചാരമല്ല, ഇവരെല്ലാവരും അങ്ങനെ വിചാരിച്ചത്. ഇതുണ്ടോ നല്ല കയറ്റം കേട്ടോ. അത് പാറ എനിക്ക് ഇങ്ങനെ കാണിച്ചു തരാം. ഇതൊന്ന് നോക്കിയോ, വീഡിയോ നല്ല ഷെയ്ക്കായിരിക്കും കേട്ടോ. കാരണം നമുക്ക് വേറെ ഒരു വഴിയില്ല. എന്താ നല്ല ചാട്ടമാണ് കണ്ടോ. മല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ ഇവിടുന്ന്. ഈ മലയുടെ മുകളിലേക്കാണോ പോണത്? അല്ല, അതിന്റെ ഓപ്പോസിറ്റിൽ അങ്ങോട്ട് പോവാ. ഇതൊക്കെ എന്താ ചേട്ടാ? ഇത് റിസോർട്ടോ ചേട്ടാ? റിസോർട്ടാണോ? റിസോർട്ടാണ്. അതേതാ? മിന്നാമ്പാറ എന്ന് പറയും. ഓ, ഇത് റിസോർട്ടാണ് കേട്ടോ. ഇതൊക്കെ ഓഫ് റോഡ് വന്ന് ഇവരുടെ വണ്ടിയിൽ വരാൻ പറ്റുള്ളൂ, നമ്മുടെ വണ്ടിയിൽ വരാൻ പറ്റില്ല. മിന്നാമ്പാറ എന്ന് പറഞ്ഞ റിസോർട്ടൊക്കെ കേട്ടോ. നിങ്ങൾക്ക് ഇവിടുന്ന് എല്ലാ കാര്യത്തിലും പോകണമെങ്കിൽ താഴെ തന്നെ ഇറങ്ങി പോകണ്ടേ? നെന്മാറയിൽ തന്നെ പോകണം. ഇവിടെ നിന്ന് നെന്മാറയിലേക്ക് എത്ര ഉണ്ടാവും? എത്ര കിലോമീറ്റർ? 28 കിലോമീറ്റർ ഉണ്ട്. 28 കിലോമീറ്റർ താഴെ പോകണം. പെട്രോൾ പമ്പ് എല്ലാ സാധനവും മേടിക്കും. ഇവിടെ ചെറിയ ചെറിയ സ്റ്റേഷനറി സാധനങ്ങൾ ചെറുതായിട്ട്. ഇവിടെ റേഷൻ കടയൊക്കെ ഉണ്ടോ? റേഷൻ കട ഉണ്ട്. അല്ല, ഇവിടെ ഉള്ളവരെ എങ്ങനെ ജീവിക്കണമെന്ന് അറിയണ്ടേ? ഹോസ്പിറ്റലൊക്കെ ഉണ്ടോ അവിടെ? ചെറിയൊരു ഹോസ്പിറ്റൽ എമർജൻസി ആണെങ്കിൽ നെന്മാറ പാലക്കാട് പോകുന്നുണ്ട്. പാലക്കാട്. ഇവരുടെ ടൗണിലേക്ക് എത്താൻ 28 കിലോമീറ്റർ താഴേക്ക് ഇറങ്ങി പോകണം. എത്ര ടൈം എടുക്കും? ഒരു നോർമൽ മണിക്കൂർ 45 മിനിറ്റ് എടുത്ത് താഴെ ഇറങ്ങണം കേട്ടോ ഇവർക്ക്. ഇവിടെ കൂടുതൽ ആൾക്കാർ ജീപ്പായിരിക്കുമല്ലോ, എല്ലാവരും ജീപ്പാണ് കൂടുതൽ. ഇവരുടെ ജീവിത മാർഗമൊക്കെ എങ്ങനെയായിരിക്കും കൂടുതൽ ഇവിടുത്തെ ആൾക്കാരുടെ? പറഞ്ഞു കഴിഞ്ഞാൽ തേയിലയൊക്കെ ഉള്ളത് ഇവിടുത്തെ ആൾക്കാരാണോ? തേയില, പിന്നെ കാപ്പി, ഏലം, അങ്ങനെയൊക്കെ കഴിക്കാം. ഇത് കൂടുതലും പ്രൈവറ്റുകാരുടെ പ്രോപ്പർട്ടി അല്ലേ ഇവിടെ? പ്രോപ്പർട്ടീസ് ഗവൺമെന്റ് അതെ. ലീസിന് എടുക്കണം. ലീസിന് കൊടുക്കണോ? 10-20 വർഷം 30 വർഷം കഴിക്കണം ലീസിന് കൊടുക്കാം കേട്ടോ. ഇവിടെ ഒക്കെ ഗവൺമെന്റ് പ്രോപ്പർട്ടി കുറവാ അങ്ങനെ. ഇത് അത്യാവശ്യം നല്ലൊരു ചെളിയൊക്കെ ഉള്ളൊരു കയറ്റമാണ് കേട്ടോ. നല്ല ഷെയ്ക്ക് ഉണ്ട് കേട്ടോ. വീഡിയോ ഒന്നും നേരെ എടുക്കാനൊന്നും പറ്റണമൊന്നുമില്ല, ഈ ഷെയ്ക്ക് ആയതുകൊണ്ടേ. ഇതല്ലേ റിസോർട്ട്? അല്ല, റിസോർട്ട് മുകളിലാണ്, അപ്പുറത്താണ് ബാക്കിൽ. ഇത് വീടാണ്. വയർലെക്സ് പോലീസിന്റെ കൺട്രോൾ റൂം അതാണോ? അതെ. ഇതൊക്കെ പോലീസിന്റെ കൺട്രോൾ റൂം ഇതാണ് കേട്ടോ. ഇത്രയും മുകളിൽ ഓപ്പോസിറ്റ് ഒരു ജീപ്പ് വരുന്നുണ്ട്. അപ്പൊ ഇവര് ഒരാളെ ഒതുക്കി കൊടുത്തു കേട്ടോ. അപ്പൊ നമ്മള് റിവേഴ്സ് എടുക്കുകയാണ്. ആള് കടത്തിയിട്ട് ഏതാ ഓപ്പോസിറ്റ് വീടാണ് കേട്ടോ. അത് വന്നിട്ട് നമ്മുടെ റിസോർട്ട് പറഞ്ഞില്ലേ മിന്നാമ്പാറ, അതിന്റെ പണിക്കാരാണ്. മെയിൻ്റെനൻസ് വർക്ക് കാര്യങ്ങൾക്ക് ജീപ്പ്
ആൾക്കാരെ കൊണ്ടുവരിക കേട്ടോ. കണ്ടോ, ഇത് ഹോണാട്ടോ ഇവിടത്തെ. ഇത് താറല്ലേ? ഇത് താറ് 2 ഡോർ അല്ലേ? ഇത് 5 ഡോർ. അത് പുതിയ മോഡലല്ലേ? ആ, ഇത് പഴയ മോഡലാ. ഇത് പഴയ മോഡൽ താറ് 5 ഡോർ. കണ്ടോ, ഫുള്ള് ചെളി കേട്ടോ ഇവിടെ. കണ്ടോ, ഒന്ന് ചെളിയാണ്. നോക്കൂ, ഈ ചെളി കൂടിയാണ് നമ്മള് മൊബൈല് താഴെ വീഴുമെന്നൊന്നും അറിയില്ല കേട്ടോ, അത്രയും ഷെയ്ക്കാണ്. അത്യാവശ്യം നല്ല ഷെയ്ക്ക് ഉണ്ട് കേട്ടോ അത്. ഇവിടെ ഈ കാട്ട് മൃഗങ്ങൾ, ആനയൊക്കെ ഇറങ്ങോ? ആന, പുലിയുണ്ട്. ഈ പുലിയും ഇതൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യും നിങ്ങള്? നമ്മള് വണ്ടി ഓഫ് ചെയ്യാണ്ടിരുന്നാ മതി. കണ്ടു കഴിഞ്ഞാൽ ഓഫ് ചെയ്യാതെ പോയിക്കൊണ്ടേ നിർത്തിയാൽ മതി. കൊടുക്കണം. നിർത്തി കൊടുത്താൽ മതി, അത് തന്നെ പൊക്കോളും. വണ്ടിയുടെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ തന്നെ മാറിപ്പോകും. വണ്ടി ഓഫ് ചെയ്യാൻ പാടില്ല. ഓഫ് ചെയ്യാൻ പാടില്ല ഒരിക്കലും. ഓഫ് ചെയ്താൽ നേരിട്ട് വരും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് റിസ്ക് ഫാക്ടർ ഉണ്ട് കേട്ടോ. അതൊക്കെ കണ്ടില്ലേ, മലയൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. 8 വർഷമായിട്ട് ഓടുന്നല്ലേ. ഇതാ ഇത് നോക്കിക്കോളൂ, എന്ത് ആളുടെ സ്റ്റിയറിംഗ് പോയി. കടുവ ഉണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ ഇന്നലെ ഒരു വീഡിയോസിൽ കിട്ടിയിട്ടുണ്ട്. ഡ്രൈവർ, വേറെ ജീപ്പ് ഡ്രൈവർ പോയപ്പോ കിട്ടി. വൈൽഡ് അനിമൽ. ഒരു ജീപ്പിൽ നിങ്ങൾ എത്ര ആളിരുത്തും? 7-8 പേര്. 8 പേരെ വരെ ഒരു ജീപ്പിൽ ഇരുത്തും കേട്ടോ. 7-8. പക്ഷെ ഈ എക്സ്പീരിയൻസ് ഒന്നും. ഇത് വീടാണോ? നമ്മൾ അവിടെ നിന്ന് കണ്ടില്ലേ? നമ്മൾ അവിടെ നിന്ന് കണ്ട വീടാട്ടോ. ഇത് ആ ഒരു റിസോർട്ടിൽ പണിയെടുക്കുന്നവരുടെ വീടാണെന്നാണ് കേട്ടോ ആള് പറഞ്ഞത്. ഇത് നമ്മളെ രണ്ടാമത്തെ സ്പോട്ടിലേക്കാണ് പോണത്. ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങുക കേട്ടോ. ഇത് ഇറക്കമാണോ? ഇനി ഇവിടുന്ന് ഇറക്കുക കുറച്ച്. ഇത് ഇനി കയറ്റം ഉണ്ടാവില്ല. ഇനി കയറ്റം ഉണ്ടാവില്ല. ഇത് വണ്ടി ഇനി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇറക്കമാണോ റിസ്ക്, കയറ്റമാണോ റിസ്ക്? ഇറക്കമാണ് റിസ്ക്. വണ്ടി എങ്ങനെയാണെങ്കിലും ഇറങ്ങുമല്ലോ, കേറാനല്ലേ ബുദ്ധിമുട്ട്. കേറുമ്പോ നമ്മൾ ആക്സസ് ഔട്ട് ഫുള്ളും കേറുമ്പോ നമ്മൾ ഒരു കൺട്രോൾ ഉണ്ടാവും. ഇറങ്ങുമ്പോ നമ്മളെ ബ്രേക്ക് ചെറുപ്പം ചെളിയല്ലേ, അങ്ങോട്ട് ചെളി ഇതായിരിക്കും. അടുത്ത വണ്ടി വരുന്നത് കേട്ടോ. ഇതിൽ ആരും ഒതുക്കും അറിയില്ല. അതെ, ഇത് നമുക്ക് മനസ്സിലാവണില്ല. കാരണം 2 കൂട്ടർക്കും വഴിയൊന്നും ഇല്ല ഇവിടെ. ഇവരെങ്ങോട്ട് ഒതുക്കണം, എങ്ങോട്ടാ ഒതുക്കണം എന്നൊന്നും നമുക്ക് അറിയില്ല. വഴിയില്ലാത്ത റോഡിന്റെ ഏതോ ഒരു സൈഡ് ഒതുക്കി കൊടുക്കുക, അവര് കയറി പോകുന്നുണ്ട്. ഇത് നിങ്ങളെ ടയറൊക്കെ എത്ര ഓടാൻ പറ്റും? നമ്മൾ മാക്സിമം ഒരു 6-7 മാസം. 6 മാസം ഓടുള്ളൂ. 6 മാസം ഓടുള്ളൂ. പിന്നെ റീസോണിങ്. ഇതില് നിങ്ങൾ എയറൊക്കെ കമ്മിയാക്കി അങ്ങനെയാണോ ഓടിക്കുന്നത്? സാധാരണ എയർ കുറവാക്കും. ഫുൾ എയർ വെച്ച് കഴിഞ്ഞാൽ ടയർ പൊട്ടും കല്ലിച്ചിട്ട്.
നല്ല ഇറക്കട്ടോ. ഇറക്കത്തിൽ തെന്നും എന്നാണ് അവർ പറയുന്നത്. കയറ്റത്തെ പോലെ അല്ല, ഏറ്റവും ഇവരുടെ കൺട്രോൾഡായിരിക്കും റേസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ. 1 മണി കഴിഞ്ഞ് ഇവിടുത്തെ നല്ല ചൂടുണ്ട് കേട്ടോ അവിടെ. കേരളീ മോർണിംഗ് വന്നിരുന്ന ഈ കോടയും ഇതൊക്കെ കണ്ട് വേറൊരു വൈബായാണ്. ഇത് നമ്മൾ അടുത്ത സ്പോട്ട് എത്താറായോ? കുറച്ചുള്ളൂ, 5 മിനിറ്റ് അല്ല, ഇവിടെ മീറ്റർ വരെ പറയും. ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നത് നമ്മുടെ മിസ്റ്റ് വാലി റിസോർട്ടില്ലേ? ഓക്കെ, ഇതാണ് മിസ്റ്റ് വാലി റിസോർട്ട്. അത്യാവശ്യം ഫേമസ് റിസോർട്ടാണ്. അതിനുള്ള വഴിയാണ്, അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വഴിയാട്ടോ. ഈ വഴിയാണ് അതിലേക്ക് ഇറങ്ങുന്നത്, മിസ്റ്റ് വാലിയിലേക്ക്. ഇത്രയും ദൂരം വരണം കേട്ടോ. അവിടുന്ന് ടൗണിൽ നിന്ന് ഇവിടേക്ക് എത്ര കിലോമീറ്റർ ഉണ്ടാവും? മിസ്റ്റ് വാലിക്ക് 15 കിലോമീറ്റർ ഉണ്ട്. 15 കിലോമീറ്റർ ഉള്ളിലേക്ക് ഇതേപോലെ ഓഫ് റോഡ് ചെയ്ത് വന്നാലാണ് ഈ റിസോർട്ടിൽ താമസിക്കാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ മിസ്റ്റ് വാലിയും കഴിഞ്ഞ് ഫ്രണ്ടിലേക്ക് പോവാണ്. ഫുള്ള് ചളിയുള്ള റോഡുകളാണ്. മഴ പെയ്തിട്ട് ചളിയായതാണെന്നാണ് പറഞ്ഞത് കേട്ടോ. ഈ ബാക്കിൽ ഇരുന്ന് ഈ വ്ളോഗ് ചെയ്യുന്നവരെ കളിയാക്കുന്ന കുറേ ഗുളകളുണ്ട്. അവരെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇവിടെ ഇറക്കിയിട്ടിട്ട് ഞങ്ങൾ പോകും. ചേട്ടാ അവനെ ഇറക്കി വിടാൻ പറ്റും ഇവിടെ? ഇറക്കി വിട്ടിട്ട് നമുക്ക് പോയാലോ? പിന്നെ ഫാമിലിയൊക്കെ ആയിട്ട് വരാം കേട്ടോ. ഇവിടെ ഒരു പ്രോബ്ലം ഇല്ല. അവർ സേഫായി കൊണ്ടുപോയി സേഫായിട്ട് കൊണ്ടുവരും. അടുത്ത സ്പോട്ട് അടുത്ത സ്പോട്ടല്ലേ ഇത്? അടുത്ത സ്പോട്ട് ഇതാണ് സ്പോട്ട്. ഇതെന്താണ്? മാട്ടുമല. മാട്ടുമല. ഈ മാട്ടുമലയിൽ നിന്ന് എന്താണ് മെയിൻലി കാഴ്ച? മെയിനായിട്ട് കാണാൻ നമുക്ക് പറമ്പിക്കുള്ള ഡാം ആ അറ്റത്ത് കാണുന്നില്ലേ? അതാണ് പറമ്പിക്കുള്ള ഡാമിന്റെ മെയിൻ ആയിട്ട് കാണുന്നത്. പിന്നെ ബ്രഹ്മരം സിനിമ ഷൂട്ട് ചെയ്തത് ഇവിടെയാണ്. ബ്രഹ്മരം സിനിമ ലാസ്റ്റ് ക്ലൈമാക്സ് ചേസിംഗ് സീനൊക്കെ ബ്രഹ്മരം. വണ്ടി ഓടിക്കാൻ കൊതിയുള്ളവരാണെങ്കിൽ കൊതിച്ചിട്ട് ഈ സൈഡ് ഇങ്ങനെ ഇരിക്കുക. തരൂല. ഇവിടെ ഒന്നും നിങ്ങൾ വണ്ടി ഓടിക്കത്തില്ല? ഇല്ല. ഉണ്ടോ? ഇവര് തരില്ല നമുക്ക് വണ്ടി ഓടിക്കാൻ. അതെ, ഇനി ചോദിച്ചവര് വണ്ടി ഇറക്കി വിടും, നടന്നു വരാൻ പറയും. അല്ല, അത് സേഫ്റ്റി ഇഷ്യൂ ആയതുകൊണ്ടാട്ടോ. അങ്ങനെ കൊടുക്കാൻ പാടില്ല, ഇവർക്കും പ്രശ്നങ്ങൾ വരും. അല്ല, ഇത് അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഇവിടെ ഓടിച്ച് ശീലിച്ച ആൾക്കാർക്ക് മാത്രമേ അവർ കൊടുക്കൂ. അത് ഓൾറെഡി പറഞ്ഞതാണ്. ഒരു പുതിയ ഡ്രൈവർ വരികയാണെങ്കിലും ഇവർ കുറേ ദിവസം ഇവരുടെ കൂടെ ഓടിച്ച് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടേ ചെയ്യുള്ളൂ. നമ്മള് എന്താ വെറൈറ്റി ഇൻഫർമേഷൻ എന്താ കൊടുക്കേണ്ടത്? എന്താ ഇതിന്റെ പേര് വരാനുള്ള കാരണം? പേര് പണ്ടത്തെ ആൾക്കാർ ഇട്ടതാണ്. പണ്ട് സൈഫന്മാരൊക്കെ വന്നിട്ട് അങ്ങനെ ഇട്ടതാണ് എന്നൊക്കെ പറയുന്നു. അങ്ങനെയാണ് പറയുന്നത്. ഇങ്ങനെ ഒരു കറക്കം കറങ്ങി കണ്ടോ, മലയുടെ എൻഡാണ് കേട്ടോ. എൻഡിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇത് നോക്കിയോ, ഈ പാറയുടെ മുകളിൽ അവരിങ്ങനെ കയറ്റും. കണ്ടോ, ഇങ്ങനെയാണ് ഇവര് കയറ്റുന്നത് കേട്ടോ. ഈ മലയുടെ മുകളിൽ കൂടെ കയറ്റിക്കൊണ്ട് പോവാ. നോക്കിയോ വണ്ടി കയറുന്നത്. ഇത് കയറി വരണം വണ്ടി. ഇത് കയറി വരിക. ഇങ്ങനെയുള്ള പാറയുടെ മുകളിൽ കൂടെ കേട്ടോ ഇവർ കയറ്റണം വണ്ടി. നോക്കിക്കോളൂ, ആ പാറയുടെ മുകളിലേക്ക് അവർ കയറ്റും. വേണ്ട കയറി പോണ. ഇങ്ങനെ അവർ കയറ്റും. ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ വേറൊരു ഫീലാട്ടോ.
ഇങ്ങനെ കയറി പോകാൻ കാണാൻ നല്ല രസമാണ്. അതുപോലെ അതിൻ്റെ ഉള്ളിൽ ഇരിക്കാനും ഭയങ്കര രസമാണ്. കണ്ടോ ഇട്ടിരിക്കണം കണ്ടോ. ഇതാണ് കേട്ടോ വണ്ടി ഓടിച്ച ആള്. അപ്പൊ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോകില്ലേ? എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് ഫാമിലിക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു സേഫ് ആയിട്ട് തന്നെ നമ്മൾ കറക്റ്റായിട്ട് കൊണ്ടുപോയി. അപ്പോൾ വരുന്നവർ ആളുടെ കോണ്ടാക്ട് ചെയ്തോ. ആളുടെ നമ്പറും ഡീറ്റെയിൽസും ഞാനിതിൽ കൊടുക്കാം കേട്ടോ. ഇത് രണ്ടാമത്തെ സ്പോട്ടാണ്. അപ്പോഴേ കണ്ട മലയേക്കാളും കുറച്ചുകൂടെ ഹൈറ്റ് ഉള്ളത്. നമ്മൾ ഈ മലയുടെ മുകളിൽ കൂടെയൊക്കെ നടക്കുന്നുണ്ട്. ഇതിനെ അവര് വാട്ടുമല എന്നാണ് പേര് പറഞ്ഞത്. പക്ഷെ ഇതൊരു അസാധ്യ കാഴ്ച തന്നെയാണ്. ഡാം കാണാന്നാ പറഞ്ഞത്. പോത്തുണ്ടി ഡാം. പോത്തുണ്ടി ഡാം അല്ല, പറമ്പിക്കുളം. പറമ്പിക്കുളം അല്ലേ? പറമ്പിക്കുളം ആണ് കാണാന്ന് പറഞ്ഞത്. അപ്പൊ ആ ഡാം അതിന്റെ എൻഡിൽ നിന്നാ കാണുമായിരിക്കും അല്ലേ? ആ, ഇത് സത്യം പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ ഇഷ്ടം പോലെ സ്ഥലവും നടന്ന് ഫോട്ടോസ് എടുക്കാനൊക്കെ പറ്റിയ ഒരുപാട് സ്പോട്ടുകളുണ്ട്. ലാലേട്ടൻ, അതെ, നമ്മുടെ ലാലേട്ടന്റെ ഭ്രമരം എന്ന് പറഞ്ഞ സിനിമ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തത് ഇവിടെയാണെന്നാണ് പറയണേ. അല്ല, അതെല്ലാവർക്കും അറിയാം. ഇവിടെ പറഞ്ഞേ ഉള്ളൂ. അതെ, അത്രേ പറഞ്ഞുള്ളൂ. കണ്ടോ മല വളരെ പറയുമ്പോ ഒരു അഭിമാനം. അതെ, ഒരു സന്തോഷം. അതെ. പിന്നെ അത് മാത്രമല്ല, നെല്ലിയാമ്പതി ഒരുവിധം എല്ലാവരും എക്സ്പ്ലോർ ചെയ്യുന്ന സ്ഥലം തന്നെയാണ്. നമ്മളുടെ ഇതിൽ പുതുതായിട്ടുള്ള ഇൻഫർമേഷൻസ് കുറവായിരിക്കും, പക്ഷെ സ്റ്റിൽ ഞങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളും നമ്മളെ കേട്ട് കേൾവിയിലുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നു. അത്രേ ഉള്ളൂ. നമ്മളത് ഗൂഗിൾ സെർച്ച് പറയുന്നത്. അതെ, പഠിച്ചിട്ടോ അല്ലെങ്കിൽ പ്രൊമോഷന് വേണ്ടി ഒന്നും ചെയ്യുന്ന കാര്യങ്ങളല്ല. ഈ ഡാം ഇപ്പൊ കാണാൻ എവിടം വരെ പോണം? അത് നോക്കേണ്ടി വരും. ആ ഡാം തേടിയുള്ള യാത്രയാണ്. ഈ ഡാം എവിടെയാണെന്നുള്ളത് ഞങ്ങൾക്കും അറിയില്ല കേട്ടോ. പറമ്പിക്കുളം കാണാമെന്നാണ് ആള് പറഞ്ഞത്. ഇതിന്റെ എൻഡിൽ പോയാലായിരിക്കും കാണാൻ പറ്റുക. ആ എൻഡ് തേടിയുള്ള നടത്തമാണ് ഞങ്ങള്. അതേപോലെ ഇവിടെ റേഞ്ച് ഉണ്ട്. ഒരുവിധം മൊബൈൽസിനൊക്കെ റേഞ്ച് ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും VIക്കും BSNLൊക്കെ ഇവിടെ റേഞ്ച് ഉണ്ട്. അതൊരു വലിയ കാര്യം കേട്ടോ. കാരണം ഈ നെല്ലിയാമ്പതിയിൽ ചില റിസോർട്ടിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ റേഞ്ച് തന്നെ ഇല്ല, റേഞ്ച് കട്ടാവും. അപ്പോൾ വൈഫൈ ഒക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് ഹെൽപ്ഫുൾ ആവും, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ കമ്മ്യൂണിക്കേഷൻസും സ്റ്റോപ്പ് ആവും. കാരണം ഇന്നലെ ഞങ്ങളൊരു റിസോർട്ടിൽ വന്നിട്ട് റേഞ്ച് ഇല്ലാതെ, നെറ്റ് ഇല്ലാതെ ഞങ്ങൾക്ക് റൂട്ടൊന്നും അറിയാൻ പറ്റില്ല. റൂട്ടൊക്കെ കുറച്ച് ഈവൻ ഞങ്ങൾ ഇന്നലെ പോയ കൈലാസ ആണെങ്കിലും ഞങ്ങള് നെറ്റിലോ മറ്റേ ഗൂഗിൾ മാപ്പ് ഇട്ടൊന്നും അല്ല പോയത്. ഒരു പകുതി വഴി കഴിഞ്ഞപ്പം റേഞ്ച് ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളൊരു ഊഹത്തിന് അങ്ങ് പോവാണ് ചെയ്തത്. അവിടെയുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ ചോദിച്ചു അല്ലേ? അതെ, പക്ഷെ ഒരുവിധം ആൾക്കാർക്ക് അറിയുന്നുണ്ട്. അത്യാവശ്യം ഫേമസ് ആട്ടോ ആ റിസോർട്ട്. അതിന്റെ വീഡിയോ ഞാൻ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന്റെ മുമ്പ് തന്നെ ഞാൻ ഇട്ടിട്ടുണ്ടാവും. അതെ, ഇത് താഴത്തേക്ക് നടക്കാനുണ്ട് കേട്ടോ. പക്ഷെ അസാധ്യ വ്യൂ ആണ്. ഇത് കണ്ടോ, ചുറ്റും മലകളും മരങ്ങളും. ഹൈറ്റ് കണ്ടോ? ഇവിടെ നിന്നാണ് നമ്മള് ഇറങ്ങി വന്നത്. പിന്നെ ഇറങ്ങുമ്പോ സൂക്ഷിച്ചിറങ്ങുക അല്ലേ? അതെ, ഇപ്പൊ പിന്നെ മഴയില്ലാത്തത് കൊണ്ട്, മഴയില്ല, നല്ല വെയിലാണ്, അതുകൊണ്ട് ഓക്കെ ആണ്. അപ്പോ നമ്മളിപ്പോ നടന്നിറങ്ങി ഇതിന്റെ എൻഡ് പോയിന്റിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ പറഞ്ഞ ഡാം കാണുമോന്നറിയില്ല. നമ്മൾ ഇതുവരെ ഇത് കാണാൻ വന്നിട്ടുണ്ടോ? ഇത്രയും ദൂരം ഇറങ്ങിയിട്ടില്ല അല്ലേ? നമ്മളെ വന്നിട്ടുണ്ട് ഇതിനു മുമ്പ്, പക്ഷെ ഇത്രയും ദൂരം നമ്മൾ ഇറങ്ങിയിട്ടില്ല. വന്ന് കാണാറുള്ളതാണ്, പക്ഷെ ഇത്രയും ദൂരം നമ്മൾ ഇറങ്ങിയിട്ടില്ല. ഇന്നിപ്പോ അത് കാണാം എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയതാണ്. ഇനി തിരിച്ച് കയറേണ്ട കാര്യം ആലോചിക്കുമ്പോഴാണ് ഒരു വിഷമം. ഞാൻ കണ്ടില്ല കേട്ടോ ആ ഡാം. ഞാനും
കാണുന്നില്ല, പക്ഷെ വെള്ളം ഒഴുകുന്ന സൗണ്ട് നന്നായി വെള്ളം ഒഴുകുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്, പക്ഷെ ഡാം ഒന്നും ഇവിടുന്ന് കാണുന്നില്ല കേട്ടോ. ഈ ഡാം കണ്ടില്ലല്ലോ. ഇല്ല ഇല്ല, ഡാം നമ്മൾ കണ്ടില്ല, പക്ഷെ വെള്ളം ഒഴുകുന്ന സൗണ്ട് നന്നായി വെള്ളം ഒഴുകുന്നുണ്ട് കേട്ടോ ഇതിന്റെ അപ്പുറത്തൂടെ. ഇതിപ്പോ ഡാം ഇതൊക്കെയാണ് കാഴ്ച. ഇത് എവിടെന്നോ ഡാം കാണുമെന്ന് പറഞ്ഞു. ഞങ്ങൾ തെറ്റിയതാണോ അല്ലയോ എന്നൊന്നും അറിയില്ല. അതെ, പക്ഷെ ഭയങ്കര കാറ്റാണ്, നല്ല തണുത്ത കാറ്റാട്ടോ. ഡാം കണ്ടില്ലെങ്കിലും നല്ല കാറ്റുണ്ട്. ഇതുണ്ടോ, ഫുള്ള് നമുക്ക് ചുറ്റും മലകളാ. ഇതിന്റെ നടുവിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഒരു ഫീല്. ഇതുണ്ടോ, അത്യാവശ്യം ഹെവി ആയിട്ടുള്ള മലകളാട്ടോ ഗൈസ്. നമ്മള് കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു കയറുകയാണ്. നല്ല കഷ്ടമാണ് കേട്ടോ തിരിച്ചു കയറുക എന്ന് പറയുന്നത്. ആക്ച്വലി ഞങ്ങൾ ക്ഷീണിച്ചു. ഇപ്പൊ സമയം 1:30. നല്ല വെയില്, നല്ല അണക്കലുണ്ട് കേട്ടോ. ഇതൊന്നും കയറി ശീലിക്കാഞ്ഞിട്ടാണ്. അപ്പൊ നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മള് താഴത്തേക്ക് ഇറങ്ങുകയാണ്. അത്യാവശ്യം ഞങ്ങളൊക്കെ ക്ഷീണിച്ചു കേട്ടോ. ആ ഒരു മല ഒന്ന് ഇറങ്ങി കയറിയതാണ്. അപ്പോഴേക്കും നമ്മൾ ക്ഷീണിച്ചിട്ടുണ്ട്. താഴത്തേക്ക് ഇറക്കമാണ്. കയറി വന്നാൽ ഇത് തന്നെ നമ്മൾ ഇറങ്ങി പോകണം. ഇറങ്ങി പോകുമ്പോ അത്ര വലിയ ഇതായിരിക്കില്ല അല്ലേ? ചെറിയൊരു കുലുക്കം മാത്രമായിരിക്കും. കയറി വരുമ്പോഴാണ് അത്യാവശ്യം നല്ല ഷെയ്ക്കും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ഈ സൈഡ് അത്യാവശ്യം നല്ല. ഇതെന്താ, ഇത് കുളമാണോ? ഇതൊരു ചെക്ക് ഡാമാണ്. താഴേക്ക് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ചെറിയ കുലുക്കം മാത്രമേ നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇതിപ്പോ നമ്മൾ താഴെ എത്താൻ നിയർലി ഒരു 1 hour എടുക്കും അല്ലേ? നിയർലി ഒരു 1 hour എടുക്കും കേട്ടോ നമ്മൾ താഴെ എത്താൻ. കാരണം ഒരു 20-30 കിലോമീറ്റർ സ്പീഡിലൊക്കെ നമുക്കിവിടെ പോകാൻ പറ്റത്തുള്ളൂ. അത്യാവശ്യം നല്ല ചളിയുള്ള സ്ഥലമാണ്. ഈ കയറി വന്ന പോലെ തന്നെ കേട്ടോ ഈ ഇറങ്ങുമ്പോഴും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഒരു ഗംഭീരമായിട്ടുള്ളൊരു ഇറക്കം കേട്ടോ. ആരെ ബാക്കിൽ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. ഞാൻ ടയർഡ് ആവുന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഇതുണ്ടോ ഹെവിയായിട്ടുള്ളൊരു ഇറക്കം കേട്ടോ, കാണിച്ചു തരാം.
രാവിലെ പോകുമ്പോഴാണോ കാണുക? രാവിലെ എല്ലാ വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് ഉച്ച സമയത്ത് ഉണ്ടാവില്ല 7 തന്നെ. ഇതൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഇറക്കമായിരുന്നു കേട്ടോ. പുലി രാത്രി എത്ര മണി വരെ നിങ്ങളെ കൊണ്ടുപോകും? ഇവിടേക്കാണോ? 4 മണിക്ക് ക്ലോസ് ചെയ്യും. 4 മണി വരെ കൊണ്ടുപോകും. രാവിലെ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും, 4 മണിക്ക് ലാസ്റ്റ് ട്രിപ്പ്. ഓ, അത് കഴിഞ്ഞാൽ കേട്ടില്ല. അങ്ങനെ ഉണ്ട് കേട്ടോ. മോർണിംഗ് എത്ര മുതലാ? 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. മോർണിംഗ് 7 മുതൽ വൈകിട്ട് 4 വരെ കേട്ടോ ടൈമിങ്. ഇത് നമ്മൾ ആദ്യം കണ്ട ഫസ്റ്റ് വ്യൂ പോയിന്റ്. അവിടെ ഇവിടെയാണ് നമ്മൾ പോണത്. അത്യാവശ്യം നല്ല ഷെയ്ക്കാണ് കേട്ടോ തിരിച്ചിറങ്ങുമ്പോൾ. ഇറക്കം തന്നെ ഇറക്കവും അത്യാവശ്യം. അതെ, ഇറക്കം കുറച്ചും കൂടെ കാണാൻ തോന്നുന്നു. ഇറക്കവും നല്ല ഒരു കഷ്ടപ്പാടാണ് കേട്ടോ. കാരണം നമ്മൾ ഒന്നാമത് ഞങ്ങൾ ടയർഡായി. ആ മല ഒന്ന് ഇറങ്ങി കയറിയത് കൊണ്ട് ആ ക്ഷീണം, അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടെ ആയപ്പോ പോയ ആവേശം ആർക്കും ഇല്ല തിരിച്ചിറങ്ങുമ്പോ. എനിക്ക് നല്ല ആവേശമുണ്ട്. അതുകൊണ്ടാണ് സൈലന്റ് ആയിരിക്കുന്നത്. അതെ, അല്ലെങ്കിൽ ഇപ്പൊ മൈക്കിനെ സംസാരിക്കാം. ചെറ പറയാന്ന് പറയുമ്പോ ആൾക്കാർ വിചാരിക്കില്ലേ എന്താ ഈ പിള്ളേർ ഇങ്ങനെയെന്ന്. അല്ല, നമ്മുടെ വീഡിയോയിൽ എങ്ങനെയാണ് നമ്മൾ സൈലന്റ് ആയിട്ട് ഏത് വീഡിയോ ഇട്ടിരിക്കണേ? ഇത് ഒരു അതെ, ക്യാമറമാൻ കുണ്ടിന്റെ കുഴിയുടെ കൂടെ ചാടുന്നു. ഇറക്കുന്ന നോക്കിയോ. വണ്ടി കുഴിയിലേക്ക് ഇറങ്ങുമ്പോൾ ക്യാമറമാനും ക്യാമറയും കൂടെ ചാടുന്നു. ഇതൊരു മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. പറ്റുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് വന്ന് ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. ഇപ്പൊ വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവും അറിയില്ല. ഒരു ചെറിയ പുലിയും കൂടെ ഫേസ് കാണിച്ചിരുന്നെങ്കിൽ വെറൈറ്റി ആയത്. എന്താ വേണ്ട? അല്ല, ഒരു ചെറിയ പുലിയും കൂടെ ഫേസ് കാണിച്ചിരുന്നെങ്കിലേ. ചെറിയ ഒരു പുലി ക്യാമറയിൽ പെട്ടിരുന്നെങ്കിൽ. അതെ, അത് ഈ ടൈമിൽ അത് അവര് പറഞ്ഞിരുന്നു കേട്ടോ. ഈ ടൈമിലൊന്നും ഉണ്ടാവില്ല. ഒന്നില്ലെങ്കിൽ മോർണിംഗ്, അതല്ലെങ്കിൽ ഈവനിങ്. ആക്ച്വലി നമ്മൾ ഇവിടെ വരുമ്പോ എപ്പോഴും മ്ലാവിനെ കാണാറുണ്ട്. ഇത്തവണ നമ്മള് മ്ലാവിനെ കണ്ടില്ല. നമ്മള് ഇത്തവണ വന്ന് താമസിച്ച റിസോർട്ടും വേറെ ആയിരുന്നു. അല്ല, പക്ഷെ നമ്മൾ രാവിലെ ഇറങ്ങി നടന്നപ്പോ മ്ലാവ് നടന്നതിന്റെ കാൽപ്പാടുകൾ ഉണ്ടായിരുന്നു. രാവിലെ ഞങ്ങൾ ആ റിസോർട്ടിൽ കൂടെ നടന്നപ്പോ നമ്മൾ എണീക്കാൻ വൈകിയതുകൊണ്ടാ സത്യം പറഞ്ഞ. യെസ്, മഹി പറഞ്ഞു അത് പട്ടിയാണെന്ന്. പക്ഷെ ഇത്രയും വെയിറ്റിൽ ആഴത്തിൽ കാൽപ്പാട് പതിയണമെങ്കിൽ അത് വെയിറ്റ് ഉള്ള എന്തെങ്കിലും. അതാ ക്യാമറമാൻ ക്യാമറ താഴ്ത്തി പിടിക്കുകയാണ്. അടിമുട്ടി. എക്സ്പീരിയൻസ് ആണ്. പിടിച്ചിട്ട് കൈ വേദനിക്കണം. ശ്രുതി, നിനക്കൊന്നും പറയാനില്ലേ? നന്നായിട്ട് പറയാനുണ്ട്, പക്ഷെ ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. ഉള്ളിൽ ഞാൻ നിലവിളിക്കുന്നുണ്ട്, ആരും കേൾക്കുന്നില്ല. അങ്ങനെയല്ല, ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? നല്ല അടിപൊളി എക്സ്പീരിയൻസ്. ജിമ്മില് ബാറിൽ തൂങ്ങി കിടക്കുന്ന പോലെയുണ്ട്. അവിടെ പോലും ഇത്രയും തൂങ്ങാൻ പറ്റിയിട്ടില്ല. ഇതൊക്കെ ഭയങ്കര താഴ്ചയുള്ള ഇതാണ് കേട്ടോ.
ക്യാമറമാന്റെ മൂക്ക് അതെ, ക്യാമറ ഗ്ലാസ്സിൽ ഇടിച്ചതാണ്. കാരണം ഇവിടെ ഇവര് ബ്രേക്ക് ചെയ്യണ സമയത്ത് സ്കിഡായി പോവാണ്. ഇതാണ് ഇവര് പറഞ്ഞത് നേരത്തെ, ഇറങ്ങുമ്പോഴാണ് റിസ്ക് കൂടുതലാണ്. കാരണം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാല് കിട്ടണമെന്നില്ല, വണ്ടിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിൽക്കും. അങ്ങനെയാണോ? നമുക്ക് കഷ്ടകാലാണെങ്കിൽ നിക്കില്ല. ആ, അത് കാരണം ഒന്നും പ്രഡിക്റ്റബിൾ അല്ല. കേറി വരുന്ന കൺട്രോൾ അല്ല കേട്ടോ ഇറങ്ങി പോകുമ്പോ. എന്ന് വെച്ചാൽ കൺട്രോൾ ഇല്ലാന്നല്ല, കുറച്ച് റിസ്ക് കൂടുതലാണ്. ഇതൊക്കെ എന്ത് ലൈഫിലൊക്കെ ഒരു അഡ്വഞ്ചർ ഇല്ലെങ്കിൽ എന്തിനാണ് ജീവിക്കുന്നത്? അതെ, അത് അഡ്വഞ്ചറോളിയാണ്. യെസ്, നമ്മളിങ്ങനെ ചിരിച്ച് അഡ്വഞ്ചർ ഫേസ് ചെയ്യണം. അതെ, ഞാൻ മനസ്സിൽ പേടിയുണ്ടെങ്കിലും പുറത്ത് നമ്മളന്ന് വ്ളോഗ് ചെയ്യുന്നില്ലായിരുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവളുടെ അഡ്വഞ്ചർ, മറ്റേ സാധനം ഒട്ടകപ്പക്ഷിയല്ലേ കുട്ടിക്കുന്നത്. അതെ, ആ സീനൊക്കെ അത് ഞാനിത് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഒന്നും ചെയ്തല്ല, ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കൈ നീട്ടിയത്. അതിങ്ങനെ മതിലും ചാടി പുറത്തു വരും വിചാരിച്ചു. ഏത് മൃഗത്തെ കണ്ടാലും അവർക്കൊരു ഫീഡ് ചെയ്യിപ്പിക്കണ ഒരു സ്വഭാവമുണ്ട്. അതുപോലെ ഒന്ന് ഫീഡ് ചെയ്യിപ്പിച്ചാണ്. അത് ദുബായിൽ നിന്നാണ് കേട്ടോ. എന്റെ ആഗ്രഹം പുലീനെ ഒന്ന് ഫീഡ് ചെയ്യണമെന്നാണ്, പക്ഷെ കാണാനില്ല. പുലിയെ ഫീഡ് ചെയ്യണമെന്നാണ്. അതെ, പുലിയുടെ ഫുഡ് അവളായിരിക്കും. പുലിയുടെ വായ ഉടക്കും മഹിയുടെ എല്ലു കുത്തിയിട്ട്. അപ്പൊ നമ്മൾ ഓടി രക്ഷപ്പെടും. ശ്രുതി, നമ്മുടെ എല്ലാ വീഡിയോയിലും ഹൈവേകളാണ് കാണുക. അതെ, ഇതൊരു എൻറ്റയർലി ഡിഫറെന്റ്. അപ്പൊ എന്റെ വീഡിയോയില് വരാൻ പോകുന്ന ഹൈവേ അല്ലാത്ത പച്ചപ്പും ഹരിതാപിയും. അതെ, വീഡിയോ ആണ് ഇത്. പച്ചപ്പിലേക്ക് ഇത് ഹരിതാപിയിലേക്ക് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഫ്രണ്ടിലെ ഇതിൽ കൊണ്ട് ഇടിക്കും. 2-3 ഇടിയായി എനിക്ക് കിട്ടണം. ഫ്രണ്ടിലൊക്കെ ജീപ്പ് പോണത്. വീക്കെൻഡുകളിൽ നല്ല ക്രൗഡ് ആയിരിക്കും അല്ലേ? ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഈ 3 ദിവസം നല്ല. അതേപോലെ ചെക്ക് പോസ്റ്റ് കടന്നു വരാനും ക്യൂ ആയിരിക്കില്ലേ? അത്യാവശ്യം തിരക്കുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ടൈം ഉള്ളവരാണെങ്കിൽ വർക്കിംഗ് ഡേയ്സിൽ വരിക, ഞങ്ങളെ പോലെ സമാധാനത്തിൽ എൻജോയ് ചെയ്യുക, തിരിച്ചു പോവുക. വീക്കെൻഡിലാവുമ്പോൾ കുറച്ചധികം പേരുണ്ടാവും എൻജോയ് ചെയ്യാൻ. അവരുടെ ഇടയിൽ കൂടെ പറ്റണ പോലെ എൻജോയ് ചെയ്യാം. വീക്കെൻഡിലാവുമ്പോൾ ഇപ്പൊ നിങ്ങള് നമുക്ക് ഇന്ന് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അല്ലേ, ഒരു മാസത്തെ അവധി ആയതുകൊണ്ട് ഞങ്ങൾ എൻജോയ് ചെയ്യാൻ വന്നു. നമുക്ക് ഈ ഒരു മാസം എല്ലാ ദിവസവും സൺഡേ ആയതുകൊണ്ട് അതെ, നമുക്ക് എപ്പോ വേണമെങ്കിലും വരാം. അങ്ങനെയാണ് നമ്മൾ ഇന്ന് വന്നത്. നോർമലി ഞങ്ങൾ ഇപ്പോൾ ഈ ടൈമിൽ ഞങ്ങൾ ലീവിന് വരുന്ന സമയത്ത് വർക്കിംഗ് ഡേയ്സിലാണ് മാക്സിമം നമ്മൾ പുറത്തിറങ്ങുക. അപ്പൊ ക്രൗഡ് കമ്മിയായിരിക്കാനോ. അത് നല്ലൊരു കുഴിയായിരുന്നു. അതെ, അടുത്ത ഒരെണ്ണം ഈ വരുന്നുണ്ട്. വീഡിയോ കണ്ടു വരുന്നവർക്ക് നിങ്ങൾ ഓഫറൊക്കെ കൊടുക്കോ? തീർച്ചയായിട്ടും കൊടുക്കും. വീഡിയോ കണ്ട് ഈ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കട്ടോ നിങ്ങൾ കാണുന്നവര്. ക്യാമറാമാൻ വീണ്ടും ക്യാമറ എടുത്തിരിക്കുന്നു. ഇറക്കാണ് കേട്ടോ, വളരെ ഇടുങ്ങിയ ഒരു വഴിയിലുള്ള ഇടുങ്ങിയ ഇറക്കാണ്. വഴി. ഇത് കണ്ടോ, ആ എൻഡ് മുട്ടാറായി ജീപ്പിന്റെ. ഈ ഇറങ്ങുന്നതും ഒരു രസമുള്ളൊരു സംഭവം തന്നെയാണ് കേട്ടോ. ആ ജീപ്പിന്റെ ടയർ ഇറങ്ങിയ ആ പാടുകൾ അത്രയും അവർ എൻഡിലേക്ക് കൊണ്ടുപോയിട്ടാണ് ഇറക്കുക. പക്ഷെ ഇവിടെയും റേഞ്ച് ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് വ്യൂ പോയിന്റ്സിൽ മാത്രമാണ് റേഞ്ച് ഉള്ളതെന്ന് തോന്നണം. ആ, ഇവിടെ റേഞ്ച് ഇല്ല. ഈ ഇറക്കത്തിന്റെ ഒരു
അത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടോന്നാണ് എനിക്കറിയാത്തത്. അടുത്തിറക്കം. തിരിച്ചിറക്കും ഒരു ടാസ്ക് തന്നെയാണ് കേട്ടോ. ഞാൻ വിചാരിച്ച ഇറങ്ങുമ്പോൾ കുറച്ച് സിമ്പിൾ അല്ല, ഇറക്കം അടിപൊളിയാണ്. കൂടെയുള്ള ആളുടെ മേത്തിരിക്കാൻ പറ്റും. അതെ, അതുപോലത്തെ ചാട്ടിറക്കം. ഇത് താഴെ വീഴുന്നുള്ളതാണെങ്കിൽ ഇത് ഫ്രണ്ടിലെ ഗ്ലാസ് പൊട്ടിച്ച് നമ്മൾ ഫ്രണ്ടിൽ വരും എന്നുള്ളൊരു. ബാക്കിലിരിക്കുന്നവർക്ക് ഇറക്കാണ് സുഖം. മറ്റു നമ്മൾ പുറത്തു പോകുന്നുള്ള പേടിയായിരുന്നു. ആ പേടി വേണ്ട. അതെ. അല്ല ശ്രുതി, ഈ വീഡിയോ ഇനിയിപ്പോ അത് നോക്കിയാലേ അറിയുള്ളൂ ഇത് എങ്ങനെ എന്ത് കോലത്തിലായിട്ടുണ്ടെന്നുള്ളത്. ഇത് നമ്മൾ ഇങ്ങനെ ആ നാച്ചുറാലിറ്റിയിൽ തന്നെ ഇടണം. അതല്ല, ആ ചാട്ടേ, ആ ചാട്ടം കിട്ടണം. ചാടണം. അതന്നെ. മറ്റേ ക്യാമറ കൊളത്തി വെച്ച നടി കൊളത്തി പോകുമ്പോ ക്യാമറയും കൊളത്തി പോകാൻ പറഞ്ഞ പോലെ കാണുമ്പോ ചാടണം. ഇതിനൊക്കെ റേഞ്ച് ഉണ്ട് കേട്ടോ. ഇവിടെ റേഞ്ച് വന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്ക് റേഞ്ച് ഉണ്ടാവോ? ഇനി അപ്പുറത്തെ ഫുള്ള് റേഞ്ച് ആട്ടോ. ഇവിടെ അങ്ങനെ ഉണ്ട്. ചില സ്പോട്ടുകളിൽ റേഞ്ച് ഉണ്ടാവില്ല. കാരണം നമ്മൾ മലയുടെ അത്രയും മുകളിലേക്കാണ് കയറണം. ഇപ്പൊ നമ്മളൊരു മലയുടെ ഒരു 90% കയറിയിട്ടുണ്ടാവും. മലയുടെ 90% ആണ് കേട്ടോ നമ്മൾ കയറി പോണത്. അതൊക്കെ ഭയങ്കരമായിട്ടുള്ള താഴ്ചയാണ്. അതാ അതെ, ക്യാമറമാൻ വീണ്ടും വെള്ളത്തിച്ചാടിയിരിക്കുന്നു. കണ്ടോ, ചരിഞ്ഞു പോകുന്നുണ്ടോ? സന്തോഷായി, ജീവനുണ്ടല്ലോ. അടുത്ത ഇറക്കാട്ടോ. ഇത് അടിപൊളി ഇറക്കാണ്. ഇതൊരു ഗംഭീര ഇറക്കമാണ്. ഓ മൈ ഗോഡ്. സുജി, നീ ടയേർഡായോ? ഒരിക്കലും ഇല്ല. വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ പോയിട്ട്. അവള് എത്ര ടയേർഡായാലും ആയി എന്നൊരു വാക്ക് നമുക്ക് അവളുടെ വായിന്ന് കേൾക്കാൻ പറ്റില്ല. ഇല്ല ഇല്ല, അതാണ് സ്പിരിറ്റ്. എന്നിട്ട് 4 ദിവസം എണീക്കാത്ത കിടക്കും. അത് നമ്മൾ പരിപാടി കഴിഞ്ഞ പിന്നെ നമുക്ക് കിടക്കാലോ. നമ്മൾ പരിപാടിക്ക് പോകുമ്പോ അയ്യോ അമ്മ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇവര് കണ്ടോ ഇവരുടെ ഫേസ് ഞാൻ കാണിക്കുന്നില്ല. ഇതൊരു അമ്മയും മോനുമാണ്. അവര് ആ മുകളിലുള്ള റിസോർട്ടിൽ പണി ചെയ്യുന്നവരാണ്. അപ്പൊ അവര് ഇത്രയും ദൂരം ഇറങ്ങി വന്ന് തിരിച്ചു കയറി പോകട്ടോ. അവരുടെ ഫേസ് ഞാൻ കാണിക്കുന്നില്ല, പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട്. വണ്ടിക്കല്ല. ഇത്രയും എത്ര കിലോമീറ്റർ ആണ്? 7 കിലോമീറ്റർ താഴത്തേക്ക് ഇറങ്ങിയും അതേപോലെ ഈ കയറ്റം തിരിച്ചു കയറുകയും ചെയ്യും കേട്ടോ. സാധനങ്ങൾ വാങ്ങിയിട്ട് ആ ചെറിയ കുട്ടി ഉൾപ്പെടെയുണ്ട്. ആ ഒരു ഭയങ്കര സംഭവം. ഇവിടെയുള്ളവര് അവരുടെ ലൈഫ് സ്റ്റൈല് നമുക്ക് ചിന്തിച്ചാൽ നമുക്കൊരു ഉത്തരം കിട്ടില്ല അല്ലേ? നമ്മളാ പാറയൊന്ന് ജസ്റ്റ് താഴെ മോളിൽ കയറിയപ്പോഴേക്കും 10 മിനിറ്റ് ഇരുന്നിട്ടാണ്. സ്വന്തം ശരീരം കൊണ്ട് തന്നെ കയറാൻ കിട്ടുള്ളൂ. അവര് ഈ സാധനങ്ങള് ഒരാഴ്ചക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടായിരിക്കും. ആ ചെറിയ കുട്ടിയൊക്കെ കണ്ടില്ലേ, അവരൊക്കെ കയറി ഇറങ്ങി വെൽ ട്രെയിൻഡ് ആയിരിക്കും. അതെ, അവരുടെ ആരോഗ്യം വേറെ ലെവലായിരിക്കും. അതെ, ഇവിടെ വേറെ ഒരു സിസ്റ്റം കൊണ്ടുവരാനും പറ്റില്ലല്ലോ. എല്ലാം ഓഫ് റോഡ് വണ്ടികളല്ലേ. ഇപ്പൊ നിങ്ങള് ഇങ്ങനെ ആളില്ലാത്ത വണ്ടിയാണെങ്കിൽ അവർ കയറ്റിട്ട് വരുമോ? അങ്ങനെയുള്ള ഹെൽപ്പൊക്കെ ഇവർ ചെയ്യും കേട്ടോ. ഇവിടെ ഓടുന്നവര് ഇപ്പൊ വണ്ടിയില് കസ്റ്റമർ ഇല്ല എന്നുണ്ടെങ്കിൽ കയറ്റിട്ട് വരും. അത് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അവരെ വിളിച്ച് കയറ്റായിരുന്നു. നിങ്ങൾ കയറ്റെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കേറില്ല. അങ്ങനെയുണ്ട് കേട്ടോ. ഗസ്റ്റ് ഉണ്ടെങ്കിൽ അവര് നമ്മുടെ വണ്ടിയിൽ അവർ കയറില്ല.
അത് അവർക്ക് ബുദ്ധിമുട്ടായിട്ടായിരിക്കാം, അറിയാത്ത ആൾക്കാരുടെ കൂടെ കയറണ്ടേ എന്നുള്ളത് കൊണ്ടായിരിക്കാം. അതെ, ഏത് നാട്ടുകാരാണ് എങ്ങനെയുള്ളവരാണെന്നൊന്നും അറിയില്ലല്ലോ. ഒന്നും അറിയില്ല. അപ്പൊ അതുകൊണ്ട് അവർ കയറില്ല. പക്ഷെ empty വണ്ടിയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവര് കയറ്റിയിട്ട് അതിന് നിങ്ങളെ പൈസ ഒന്നും വാങ്ങില്ല, ഒന്നും വാങ്ങില്ല. ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി കേട്ടോ. അതൊക്കെ അടിപൊളി ഒരു കാഴ്ച തന്നെയാണ്. ഇവിടെയാണ് പേയ്മെന്റ് ചെയ്തിട്ട് പോയത്. ആ സ്ഥലത്ത് തന്നെ നമ്മൾ തിരിച്ചെത്തി. നമ്മളിതാ ഇവിടെ നിന്നാണ് പേ ചെയ്തത്. അവിടത്തേക്ക് നമ്മൾ തിരിച്ച് ഇറങ്ങി. ഇനി ഇവിടെ എന്തെങ്കിലും ഫോർമാലിറ്റി ഉണ്ടോ? ക്യാമറയിൽ അവർ നമ്മുടെ വണ്ടി നമ്പർ നോട്ട് ചെയ്തിട്ട് നമ്മൾ തിരിച്ചിറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ ചെക്ക് ചെയ്യണ്ട. അവരുടെ ഇത് വീഡിയോ എടുക്കരുതെന്ന് നമ്മളോട് പറഞ്ഞു തരും. അപ്പോൾ ആള് നമ്മുടെ ഡ്രൈവർ ചോദിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞത് എടുക്കാൻ പറ്റില്ല, അത് എടുക്കണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എടുക്കാത്തത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഓഫ് റോഡ് ട്രിപ്പ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പരിപാടികളെല്ലാം കഴിഞ്ഞു. നെല്ലിയാമ്പതി ട്രിപ്പ് തന്നെ കഴിഞ്ഞു അല്ലേ? അതെ, ഒഫീഷ്യലി ഒരുപാട് കാഴ്ചകൾ നിങ്ങളെ കാണിക്കണമെന്ന് വിചാരിച്ചായിരുന്നു. സമയക്കുറവ് കാരണം നമ്മൾ തൂക്കുപാലം, സീതാർകുണ്ട് അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെ ഒന്നും പോകാൻ പറ്റില്ല. ഇന്നലെ കംപ്ലീറ്റ്ലി റിസോർട്ടിനുള്ളിൽ എക്സ്പ്ലോർ ചെയ്തു. അത് കഴിഞ്ഞ് ഓഫ് റോഡാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോയിലുള്ളത്. അപ്പോൾ വീണ്ടും കാണും വരെയും ഗുഡ് ബൈ. ശ്രുതിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, നമ്മള് ഇറങ്ങി ഇനി നമ്മള് ഫുൾ വീഡിയോ ആയിട്ട് ഒരു അടിച്ചുപൊളി വീഡിയോ ആയിട്ട് വരുന്നതാണ്. അടുത്ത വീഡിയോയിൽ വേറെ അടിപൊളി വ്യൂസുമായിട്ട് നമ്മൾ വരാം, കാഴ്ചകളുമായിട്ട് വരാം. അതെ, അപ്പൊ ഓക്കെ, എല്ലാവർക്കും ബൈ. ബൈ.